മക്കളെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ ഡൈപോളിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്ക്. ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 degree with an electric field of 2 × 10⁵ Newton per coulomb. It experiences a torque equal to 4 Newton meter. Calculate the magnitude of charge on the dipole if the dipole length is 2 centimeter. നോക്ക്, ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് ഒക്കെ തന്നിട്ടുണ്ട്. ടോർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? ടോർക്ക് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റയാണ്. പി എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ കിട്ടും? ടോ ബൈ ഇ സൈൻ തീറ്റ അല്ലേ. ടോർക്കിന്റെ വാല്യൂ എത്രയാ? ടോർക്കിന്റെ വാല്യൂ 4 ആണ് തന്നിട്ടുള്ളത്. നോക്ക്, 4 ന്യൂട്ടൺ മീറ്റർ. പിന്നെ ഉള്ളത് എന്താ? ഈ ഇലക്ട്രിക് ഫീൽഡ് എത്രയാ തന്നത് നോക്കി. ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇന്റൻസിറ്റി 2 × 10⁵. 2 × 10⁵. പിന്നെന്താ? സൈൻ തീറ്റ. തീറ്റ 30 ഡിഗ്രി അല്ലേ. അപ്പൊ സൈൻ തീറ്റ 1/2. അപ്പൊ 2 കട്ടാവും. അപ്പൊ ഡൈപോൾ മൊമെന്റ് കിട്ടി. ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ 4 × 10⁻⁵ എന്നാണ് വരുന്നത്. ഓക്കെ, ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ചാർജ് ഇൻറ്റു ഡൈപോളിലെ 2 ചാർജുകൾ ഉണ്ടാവുമല്ലോ. ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. നമ്മളോട് ചോദിച്ചത് ആ ഡൈപോളിന്റെ ലെങ്ത് തന്നിട്ട് ഡൈപോളിലെ ചാർജാ ചോദിച്ചത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓൺ ദി ഡൈപോൾ എന്നാണ്. അപ്പൊ ക്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ക്യൂ എങ്ങനെ കിട്ടും? ഡൈപോൾ മൊമെന്റ് ഡിവൈഡഡ് ബൈ ഡൈപോളിന്റെ ലെങ്ത്. പിന്റെ വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞു 4 × 10⁻⁵. 4 × 10⁻⁵ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാ പറഞ്ഞത്? ഡിസ്റ്റൻസ് പറഞ്ഞ 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ 2 × 10⁻⁻2 മീറ്റർ. അപ്പൊ നോക്കിയാൽ നിങ്ങൾ 4/2 2 × 10⁻³ കൂളും. അതായത് 2 മില്ലി കൂളുംബാണ് ആൻസർ. ഓപ്ഷൻ 3.